അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയ വിദ്യാർത്ഥികളെ, രക്ഷിതാക്കളെ, സുന്നി വിദ്യാഭ്യാസ ബോർഡ് അർദ്ധവാർഷിക പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറാക്കുന്ന 8ാം ക്ലാസ്സിന്റെ ഫിഖ്ഹുൽ ഇസ്ലാമിന്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇവിടെ നോക്കാൻ പോകുന്നത്. 100 മാർക്കിനാണ് കൊടുത്തിട്ടുള്ളത്. ഫസ്റ്റ് ആക്ടിവിറ്റി, ശരിയുത്തരത്തിന്റെ കോളത്തിൽ ശരി അടയാളപ്പെടുത്തുക. 1. നിസ്കാരത്തിന്റെ പൂർണ്ണതക്കാവശ്യമായ കർമ്മങ്ങളാണ് ഫർളുകൾ, ഷർത്തുകൾ, സുന്നത്തുകൾ. ഏതാണ് ഉത്തരം? സുന്നത്തുകൾ എന്നാണ്. രണ്ടാമത്തത്, നിൽക്കുന്ന ജലാശയത്തിൽ വിസർജനം നടത്തൽ കറാഹത്ത്, ഹറാമ്, ജായിസ്. ഏതാണ്? കറാഹത്താണ്. മൂന്നാമത്തത്, കുട്ടികളെ നിസ്കാരം പഠിപ്പിക്കണം 7 വയസ്സായാൽ 7 വയസ്സിന് മുമ്പ് 10 വയസ്സായാൽ. അതാണ് ഉത്തരം, 7 വയസ്സായാൽ. നാലാമത്തത്, നിഅമത്തിന് ശുക്ർ ചെയ്യൽ. നിഅമത്തിന് അനുഗ്രഹം ശുക്ർ ചെയ്യുന്ന വിധി എന്താണ്? വാജിബ്, സുന്നത്ത്, കറാഹത്ത്. അതാണ് ഉത്തരം, വാജിബ്. 5. വിസർജിക്കുന്നവന്റെ മുമ്പിൽ മറയുണ്ടാവണം 2 മുഴത്തിനുള്ളിൽ, 3 മുഴത്തിനുള്ളിൽ, 6 മുഴത്തിനുള്ളിൽ. അതാണ് ഉത്തരം, 3 മുഴത്തിനുള്ളിൽ. രണ്ടാമത്തെ ആക്ടിവിറ്റി, ചേരുംപിടി ചേർക്കുക 6. മുറിവുകളിലെ രക്തം ബി, നിസ്കാരത്തിൽ മാത്രം അഫുള്ളത്. 7. മാംസത്തിൽ ശേഷിക്കുന്ന രക്തം ഡി, ഭക്ഷണത്തിൽ മാത്രം അഫുള്ളത്. 8. പൂർണ്ണശുദ്ധിയോടുകൂടി ധരിക്കുക ഇ, ഹുഫ തടവുന്നതിനുള്ള നിബന്ധന. 9. ആദരിക്കപ്പെടേണ്ടവ മാറ്റിവെക്കുക എ, വിസർജനത്തിന്റെ മര്യാദ. 10. നജസിന്റെ പുക സി, നിരുപാധികം അഫുള്ളത്. അഫ് പറഞ്ഞാല് മാപ്പുള്ളത്. തേർഡ് ആക്ടിവിറ്റി, വിട്ട ഭാഗം പൂരിപ്പിക്കുക 11. ശരീരവും ആത്മാവും ഉൾക്കൊള്ളുന്ന പരിശുദ്ധിയുടെ അവസ്ഥയാണ് ത്വഹാറത്ത്. 12. ശുദ്ധി ഈമാനിന്റെ പകുതിയാണ്. 13. അല്ലാഹുമ്മ ജഅൽനി മിനത് തവ്വാബീന വജഅൽനി മിനൽ മുതതഹിരീൻ. വുളൂവിന് ശേഷമുള്ള ദുആ. 14. സ്ത്രീകൾക്ക് നിസ്കാരത്തിന് അവരുടെ വീടിന്റെ ഉള്ളറയാണ്. 15. അല്ലാഹുമ്മ നഅ്ശിനാ വജ്ബുർനാ വഹ്ദിനാ ലിസ്വാലിഹിൽ അഅമാലി വൽ അഖ്ലാഖ്. ഇതാണ് നിസ്കാരത്തിന്റെ ശേഷമുള്ള ദുആ. 16. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിസ്കാരം ഉപേക്ഷിക്കുന്നവൻ ഇസ്ലാമിൽ യാതൊരു സ്ഥാനവുമില്ല. ഫോർത്ത് ആക്ടിവിറ്റി, ഒറ്റ വാക്ക് ഉത്തരം എഴുതുക. 17ാമത്തെ ചോദ്യം, ആഫിയത്തുൻ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ആരോഗ്യം. 18. ആദരണീയ വസ്തുക്കളിൽ വിസർജനം നടത്തുന്നതിന്റെ വിധി എന്താണ്? ഹറാമ്. ബഹുമാനിക്കപ്പെടേണ്ട വസ്തുക്കളിൽ വിസർജനത്തിന് വിധി ഹറാം. 19. അന്ത്യനാളിൽ ഓരോ മനുഷ്യരോടും ആദ്യമായി ചോദിക്കുന്നത് എന്തിനെ കുറിച്ചായിരിക്കും? നിസ്കാരം. 20ാമത്തെ ചോദ്യം, യാത്രക്കാർക്ക് ഖുഫ് തടവുന്നതിന്റെ കാലപരിധി എത്ര? 3 ദിവസം. 21ാമത്തെ ചോദ്യം, വുളൂഇന്റെ ഫർളുകളിൽ ഉപയോഗിച്ച വെള്ളത്തിന് പറയപ്പെടുന്ന പേര് മുസ്തഅമൽ. എന്താണ്? മുസ്തഅമൽ. 5ാമത്തെ ആക്ടിവിറ്റി, നുബയ്യിൻ വിശദീകരിക്കുക. ചോദ്യം 22. നിസ്കാരം മനുഷ്യനെ തടയുന്നു എന്തിൽ നിന്ന്? കുറ്റങ്ങളിൽ നിന്നും നീചവൃത്തികളിൽ നിന്നും. ചോദ്യം 23. കല്ല്, ടിഷ്യൂ തുടങ്ങിയവ കൊണ്ട് സൂക്ഷിക്കുമ്പോൾ നിർബന്ധമാണ് എന്ത്? 3 തവണയാവൽ. 24ാമത്തെ ചോദ്യം, മുതനജ്ജിസായ വെള്ളം ശുദ്ധിയാകും എപ്പോൾ? സ്വന്തം നിലക്കോ മറ്റു വെള്ളം ചേരുന്നത് കൊണ്ടോ 2 കൊല്ലത്തുള്ള മുതനജ്ജിസായ വെള്ളത്തിന്റെ ഗുണവ്യത്യാസം നീങ്ങിയാൽ. ആക്ടിവിറ്റി, നശ്റഹുൽ മാന, അർത്ഥം ഇതാനാണ്. 25ാമത്തത്, വഅഖിമിസ് സ്വലാത്ത ലിദിക്രി. എന്തർത്ഥം? എന്നെ സ്മരിക്കാൻ നിസ്കാരം നിലനിർത്തുക. 26ാമത്തത്, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബുസി വൽ ഖബായിസ്. ടോയ്ലറ്റിലേക്ക് പോകുമ്പോൾ ദിക്റാണ്. എന്നതിന്റെ അർത്ഥം, അല്ലാഹുവേ, ആൺപിശാച്ചിൽ നിന്നും പെൺപിശാച്ചിൽ നിന്നും നിന്നോട് ഞാൻ കാവൽ ചോദിക്കുന്നു. 27ാമത്തത്, ലാ യുഹാഫിദു അലൽ വുളൂഇ ഇല്ലാ മുഅ്മിനുൻ. അർത്ഥം, വുളൂഅ് പതിവാക്കുന്നത് മുഅ്മിനായ മനുഷ്യൻ മാത്രമാണ്. 7th ആക്ടിവിറ്റി, ഒറ്റവാചകത്തിൽ ഉത്തരം എഴുതുക. ചോദ്യം 28. വെള്ളത്തിൽ മാത്രം അഫുള്ള ഒരു നജസ്, ഒലിക്കുന്ന രക്തമില്ലാത്ത ചെള്ള്, പേന് തുടങ്ങിയവയുടെ ശവം. ചോദ്യം 29. തിരുസുന്നത്തുകളിൽപ്പെട്ട 4 കാര്യങ്ങൾ എഴുതുക.
1 നഖം മുറിക്കുക, 2 മുടി ചീകുക, 3 ഗുഹ്യരോമം നീക്കുക, 4 മീശ വെട്ടുക. ചോദ്യം 30. വിസർജിക്കുമ്പോൾ ചെയ്യാൻ പാടില്ലാത്ത 2 കാര്യങ്ങൾ. 1 ബ്രഷ് മൊബൈൽ ഉപയോഗം, രണ്ടാമത്തത് അത്യാവശ്യത്തിനല്ലാതെ സംസാരിക്കൽ. ചോദ്യം 31. മുസ്ലിമായ നിലയിൽ അല്ലാഹു തആലയെ കണ്ടുമുട്ടാൻ എന്തു ചെയ്യണം? അദാൻ വിളിക്കപ്പെടുന്ന മസ്ജിദിൽ വെച്ച് 5 വഖ്ത് നിസ്കാരങ്ങൾ കൃത്യമായി നിസ്കരിക്കൽ. 32ാമത്തെ ചോദ്യം, വുളൂ ചെയ്ത് മസ്ജിദിലേക്ക് പോകുമ്പോൾ ലഭിക്കുന്ന പ്രതിഫലം എന്ത്? ഓരോ കാൽവെപ്പിനും അല്ലാഹു ഒരു നന്മ എഴുതുകയും അവന്റെ ഒരു ദറജ ഉയർത്തുകയും പാപങ്ങൾ പൊറുക്കുകയും ചെയ്യും. 8ാമത്തെ ആക്ടിവിറ്റി എന്താണ്? 2ൽ ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് കുറിപ്പെഴുതുക. 5 വരിയിൽ കുറയരുത്. 33 ത്വഹാറത്ത് അതല്ലെങ്കിൽ വിസർജനത്തിന്റെ മര്യാദകൾ. ഞാനിവിടെ ത്വഹാറത്തിനെ കുറിച്ചാണ് എഴുതിയിട്ടുള്ളത്. നോക്കൂ, ത്വഹാറത്ത് എന്നത് കേവലം വൃത്തിയല്ല, ശരീരവും ആത്മാവും ഉൾക്കൊള്ളുന്ന പരിശുദ്ധിയുടെ അവസ്ഥയാണ്. അല്ലാഹു തആലയോടുള്ള മനുഷ്യന്റെ അടിമത്തവും വിനയവും അത് ഉൾക്കൊള്ളുന്നു. ശുദ്ധി ദൈനംദിന മുസ്ലിം ജീവിതത്തിന്റെ അവിഭാജ്യ ഘടകമാണ്. ആരാധനകൾ സ്വഹീഹാവാനുള്ള വ്യവസ്ഥയാണ്. ഇസ്ലാം ത്വഹാറത്തിനെ വലിയ പ്രാധാന്യം നൽകിയിട്ടുണ്ട്. 14ാമത്തത് നിസ്കാരത്തിന്റെ നേട്ടങ്ങൾ അതല്ലെങ്കിൽ മസ്ഹുൽ ഖുഫൈനി. ഞാനിവിടെ എഴുതിയിട്ടുള്ളത് മസ്ഹുൽ ഖുഫൈനി, 2 ഖുഫ തടവുന്നതിനെ കുറിച്ചാണ്. ഖുഫ തടവുന്നതിന് നിബന്ധനകളുണ്ട്. 1 പൂർണ്ണ ശുദ്ധിയോടുകൂടെ ധരിക്കുക. 2ാമത്തത് കഴുകൽ ഫർളായ ഭാഗം പൂർണ്ണമായും മറയുന്നതാവുക. 3 ഖുഫ് നജസിൽ നിന്ന് ശുദ്ധിയുള്ളതാവുക. 4 ഉള്ളിലേക്ക് വെള്ളം ചേരാത്തതാവുക. 5ാമത്തത് ധരിച്ചു നടക്കാൻ കഴിയുന്നതാവുക. അല്ലാഹു നമ്മുടെ മക്കൾ നന്നാക്കി തരട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.